വെൽക്കം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ചാപ്റ്റർ SMPS, സ്വിച്ച് മോഡ് പവർ സപ്ലൈ. SMPS എന്ന ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പാർട്ട് 1. ഓക്കെ, നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ: ഒന്ന്, നീഡ്സ് ഫോർ SMPSൻ്റെ ആവശ്യകത, വാട്ട് ഈസ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ, സ്വിച്ച് മോഡ് പവർ സപ്ലൈ എന്താണെന്ന്, ബേസിക് വർക്കിംഗ് കോൺസെപ്റ്റ് ഓഫ് SMPS, വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് SMPS. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് നീഡ് ഫോർ SMPS എന്താണെന്ന് നോക്കാം. സ്വിച്ച് മോഡ് പവർ സപ്ലൈ. SMPSൻ്റെ ഫുൾ ഫോം സ്വിച്ച് മോഡ് പവർ സപ്ലൈ. വോൾട്ടേജ് വിച്ച് കംസ് ഫ്രം പവർ ഔട്ട്ലെറ്റ് ഈസ് AC 230 വോൾട്ട് 50 ഹെർട്സ്. അതായത് നമ്മളെ വീടുകളിൽ, നിങ്ങൾക്കെല്ലാം അറിയാം, നമ്മളെ വീടുകളിൽ വരുന്ന പവർ സപ്ലൈ എത്രയാണ്? AC 230 വോൾട്ട് 50 ഹെർട്സ് ആണെന്ന് അറിയാം. ഈ AC 230 വോൾട്ട് 50 ഹെർട്സ് ഉപയോഗിച്ച് ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ആയിട്ടുള്ള മിക്സി, മോട്ടർ, ഇതൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും അല്ലേ? പക്ഷേ ഇലക്ട്രോണിക് ഡിവൈസസ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ഡെസ്ക്ടോപ്പ് ഓർ ലാപ്ടോപ്പ്, മൊബൈൽ ആൻഡ് നമ്മുടെ DVD, TV എക്സെട്ര, ഇതെല്ലാം എന്താണ് വർക്ക് ചെയ്യാൻ എന്താവശ്യമാണ്? ലോ വോൾട്ടേജ് റെഗുലേറ്റഡ് DC ആവശ്യമാണ്. ഇലക്ട്രോണിക് ഡിവൈസസുകൾക്കെല്ലാം, അതായത് കമ്പ്യൂട്ടർ, TV പോലെയുള്ള ഇലക്ട്രോണിക് ഡിവൈസസുകൾക്കെല്ലാം വർക്ക് ചെയ്യാൻ എന്താവശ്യമാണ്, അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ എന്താവശ്യമാണ്? ലോ വോൾട്ടേജ് റെഗുലേറ്റഡ് DC ആവശ്യമാണ്. റെഗുലേറ്റഡ് DC ആവശ്യമാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് DC പവർ സപ്ലൈ നൽകുന്നത്. DC പവർ സപ്ലൈ നമുക്ക് 3 രീതിയിൽ അവൈലബിൾ ആണ്. അൺറെഗുലേറ്റഡ് DC ഉണ്ട്, റെഗുലേറ്റഡ് DC പവർ സപ്ലൈ, അതായത് ലീനിയർ റെഗുലേറ്റഡ് DC പവർ സപ്ലൈ, LPS എന്നറിയപ്പെടുന്നു. പിന്നെ സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഈ ലീനിയർ പവർ സപ്ലൈ അല്ലെങ്കിൽ LPS എന്നറിയപ്പെടുന്ന റെഗുലേറ്റഡ് പവർ സപ്ലൈയേക്കാൾ എന്തുകൊണ്ടാണ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ ഉപയോഗിക്കുന്നത്? ലീനിയർ റെഗുലേറ്റഡ് പവർ സപ്ലൈക്ക് പകരം കൂടുതലായിട്ട് ഇപ്പം എന്താ സ്വിച്ച് മോഡ് പവർ സപ്ലൈ, അതായത് SMPS ആണ് ഉപയോഗിക്കുന്നത്. കാരണം ഒന്ന്, സ്റ്റേബിളായിട്ടുള്ള റെഗുലേറ്റഡ് DC നമുക്ക് കിട്ടും, ഒന്നതാണ്. പിന്നെയോ സൈസ് വളരെ ചെറുതാണ് അല്ലേ? കോമ്പാക്റ്റ് ആണ്, സൈസ് ചെറുതാണ്, കുറച്ച് സ്പേസ് മതി, അതുകൊണ്ട് ലൈറ്റ് വെയ്റ്റുമാണ്. അതൊരു മെയിൻ അഡ്വാൻറ്റേജാണ്. നമ്മൾ മൊബൈലിൻ്റെയൊക്കെ ചാർജർ, ലാപ്ടോപ്പിൻ്റെ ചാർജറിലൊക്കെ SMPS വരുന്നുണ്ട്. അതിനൊക്കെ കാരണം എന്താണ്? അത്രയും ഹാൻഡി, അതായത് നമുക്ക് കൈക്കുള്ളിൽ ഒതുങ്ങും. എത്രമാത്രം ചെറുതാണ് അതിനനുസരിച്ച് എന്ത് കൂടും? അതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ ഡിമാൻഡ് കൂടും അല്ലേ? അപ്പോൾ അത് തന്നെയാണ് SMPSൻ്റെ ഒരു മെയിൻ റീസൺ, അത് പോപ്പുലർ ആവാനുള്ള മെയിൻ റീസൺ. അതിൻ്റെ ലൈറ്റ് വെയ്റ്റ്, അതുപോലെ അതായത് സൈസ് കുറഞ്ഞ സ്പേസ് മതി. പിന്നെയോ ഹൈ എഫിഷ്യൻറ്റുമാണ്. കാരണം എന്താണ്? ഹീറ്റ് ഡെസിപ്പേഷൻ കുറവാണ്, പവർ ലോസ് കുറവാണ് അല്ലേ? ഈ ഹീറ്റ് ഡെസിപ്പേഷനും പവർ ലോസ് കുറവാൻ കാരണം എന്താണ്? ഔട്ട്പുട്ട് സ്റ്റേബിൾ ആയതുകൊണ്ടാണ്. ഔട്ട്പുട്ട് സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഡെസിപ്പേഷനും പവർ ലോസും ലോ പവർ ലോസാണ്. പവർ ലോസ് വളരെ കുറവാണ്. അതുകൊണ്ട് ഹൈ എഫിഷ്യൻസി അല്ലെങ്കിൽ ഹൈ എഫിഷ്യൻ്റാണ് എന്ത്? SMPS യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈ എഫിഷ്യൻസി കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് SMPSൻ്റെ ആവശ്യകത? ഇലക്ട്രോണിക് ഡിവൈസസിന് എന്താ ആവശ്യമാണ്? വോൾട്ടേജ്, റെഗുലേറ്റഡ് ആയിട്ടുള്ള DC വോൾട്ടേജ് ആവശ്യമാണ്. മാത്രമല്ല പിന്നെ എന്താണ്? സൈസ്, അതിൻ്റെ വെയ്റ്റ് സൈസ് ലൈറ്റ് വെയ്റ്റ് ആണ്, കുറച്ച് സ്പേസ് മതി അല്ലേ? അത് പിന്നെ പവർ ലോസ്, ഡിസിപ്പേഷൻ ഒക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഹൈ എഫിഷ്യൻസിയാണ്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? SMPS കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് SMPS നോക്കാം നമുക്ക്. വാട്ട് ഈസ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ? SMPS ഫിഗറിൽ നിങ്ങൾക്ക് കാണാം. SMPSൻ്റെ ഒരു SMPSൻ്റെ ബോർഡാണത്. അപ്പോൾ SMPS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്വിച്ച് മോഡ് പവർ സപ്ലൈ തന്നെയാണ്, ഒരു പവർ സപ്ലൈ യൂണിറ്റ് തന്നെയാണ്, ഒരു PSU തന്നെയാണ്. പക്ഷേ അതിൽ എന്തുണ്ട്? ദാറ്റ് ഇൻക്ലൂഡഡ് വിത്ത് ദ സ്വിച്ചിങ് റെഗുലേറ്റർ ഫോർ കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ ഫോം ടു അനദർ ഫോം വിത്ത് ഡിസയേർഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കോൾഡ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ. എന്താണ് SMPS എന്ന് പറഞ്ഞാൽ? ഒരു പവർ സപ്ലൈ തന്നെയാണ്. അതിൽ എന്തുണ്ട്? സ്വിച്ചിങ് റെഗുലേറ്റർ, ആ ടേമാണ് ഇമ്പോർട്ടൻറ്റ്. സ്വിച്ചിങ് റെഗുലേറ്റർ ഫോർ കൺവേർട്ടിംഗ് ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ ഫോം ടു അനദർ ഫോം. ഒരു രൂപത്തിൽ നിന്ന് മറ്റു രൂപത്തിലേക്ക് ഇലക്ട്രിക്കൽ പവർ നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിന് ചെയ്യുന്ന ഒരു പവർ സപ്ലൈ തന്നെയാണ്. പക്ഷേ അതിൽ എന്തുണ്ട്? സ്വിച്ചിങ് റെഗുലേറ്ററും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതും കൂടെ എന്താണ്? ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്ത്? സ്വിച്ചിങ് റെഗുലേറ്റർ.
അതിനാണ് എന്ത് പറയുക, SMPS. സാധാ ഒരു പവർ സപ്ലൈയിൽ ഒരു സ്വിച്ചിങ് റെഗുലേറ്ററും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ഫിഗറിൽ കാണാം നമുക്ക് അൺറെഗുലേറ്റഡ് ഇൻപുട്ട് SMPSലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് റെഗുലേറ്റഡ് ഔട്ട്പുട്ട് കിട്ടും. എന്താ അൺറെഗുലേറ്റഡ് റെഗുലേറ്റഡ്? അൺറെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേബിളായിരിക്കും, ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. ഇൻപുട്ടിലുള്ള വേരിയേഷൻ അനുസരിച്ച് ഔട്ട്പുട്ടിൽ എന്തുണ്ടാവും? വേരിയേഷൻസ് ഉണ്ടാവും. എന്നാൽ റെഗുലേറ്റഡ് ഔട്ട്പുട്ടിലാണെങ്കിലോ സ്റ്റേബിളായിട്ടുള്ള ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുക അല്ലേ. അത് അൺറെഗുലേറ്റഡ് ഇൻപുട്ട് AC ആവട്ടെ DC ആവട്ടെ നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് കിട്ടും? DC, റെഗുലേറ്റഡ് DC കിട്ടും. അതാണ് സോഴ്സ് അല്ലെങ്കിൽ ഇൻപുട്ട് ഇസ് ആയതോ AC ഓ DC. AC ഓ DC ആവാം, പക്ഷേ ലോഡ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? DC ആയിരിക്കും. SMPSൻ്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ SMPSൽ നമ്മൾ കൊടുക്കുന്ന ലോഡ് എന്ന് പറയുന്നത് DCയിൽ വർക്ക് ചെയ്യുന്ന ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സ്വിച്ച് മോഡ് പവർ സപ്ലൈ. ഇനി ബേസിക് വർക്കിംഗ് കോൺസെപ്റ്റ് ഓഫ് ആൻ SMPS. ബേസിക് വർക്കിംഗ് എന്താണൊരു SMPSൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ്, അതാണ് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞ സ്വിച്ചിങ് റെഗുലേറ്ററിൻ്റെ കേസ് പറഞ്ഞല്ലേ, സ്വിച്ചിങ് റെഗുലേറ്റർ ഡസ് ദ റെഗുലേഷൻ ഇൻ ദ SMPS. ഇതിലൊരു സ്വിച്ചിങ് റെഗുലേറ്ററാണ് എന്ത് ചെയ്യുന്നത്? റെഗുലേഷനാണ് എന്ത് ഇമ്പോർട്ടൻറ്റ്. SMPSൽ റെഗുലേഷൻ ചെയ്യുന്നത് ഒരു സ്വിച്ചിങ് റെഗുലേറ്ററാണ്. ഇഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്, ഈ ഫിഗറിൽ കാണാം എന്തൊക്കെ, ഒരു ഇൻപുട്ട്, ഒരു സോഴ്സ് ഉണ്ട്, ഒരു സ്വിച്ചിങ് ഡിവൈസസ് ഉണ്ട്, ഒരു കപ്പാസിറ്റർ ഉണ്ട് അല്ലേ. ഇനി ഈ പവർ സോഴ്സ് ഓൺ ആവുന്നതനുസരിച്ച് സ്വിച്ചിങ് എന്ത് ചെയ്യും? സ്വിച്ച് ഡിവൈസ് ഓൺ ആണെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്ന കപ്പാസിറ്റർ അക്രോസ് നമ്മളൊരു ലോഡ് കൊടുക്കുകയാണെങ്കിൽ ആ ലോഡ് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും അല്ലേ. സ്വാഭാവികമായിട്ടും വർക്ക് ചെയ്യില്ലേ? വർക്ക് ചെയ്യും. ഇനി നമ്മൾ ആ സ്വിച്ചിങ് ഡിവൈസ് ഓഫ് ചെയ്തു, അതായത് ഓഫ് കണ്ടീഷനിലുള്ളത്. ഇപ്പോൾ കപ്പാസിറ്ററിലേക്ക് എന്താവുന്നുണ്ടാവില്ല? ചാർജ് ഒന്നും ചെയ്യുന്നുണ്ടാവില്ല കപ്പാസിറ്റർ. എങ്കിലും ലോഡ് വർക്ക് ചെയ്യുമോ? വർക്ക് ചെയ്യും. ലോഡ് വർക്ക് ചെയ്യും. ആ കപ്പാസിറ്ററിലുള്ള ചാർജ് ഉപയോഗിച്ച് എന്ത് ചെയ്യും? ലോഡ് വർക്ക് ചെയ്യും. പക്ഷേ ഒരു ഡിസൈർഡ് വാല്യൂവിൻ്റെ കുറവ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കപ്പാസിറ്റർ വീണ്ടും ചാർജ് ആണ്. അപ്പോൾ സ്വിച്ച് എന്ത് ചെയ്യും? വീണ്ടും ഓൺ ആവും. അപ്പോൾ കപ്പാസിറ്ററിൽ ചാർജ് നമുക്ക് ആവശ്യത്തിൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും? സ്വിച്ച് ഓഫ് ചെയ്യും. സീരീസ് സ്വിച്ചിങ് അതായത് സ്വിച്ചിങ് ഡിവൈസ് ഓഫ് ആവും. കപ്പാസിറ്റർ ചാർജ് കുറയുന്ന സമയത്ത് ചെയ്യും? സ്വിച്ച് ഓൺ ആകും. അങ്ങനെ ആ രീതിയിൽ ഔട്ട്പുട്ട് വോൾട്ടേജ്, നമുക്ക് ആവശ്യമായ ഔട്ട്പുട്ട് വോൾട്ടേജിനെ മെയിൻറ്റെയിൻ ചെയ്യാം. നമുക്ക് റിക്വയർഡ് ലെവൽ ഏത് വാല്യൂവിലാണ് നമുക്ക് വേണ്ടത് ആ വാല്യൂവിൽ തന്നെ നിർത്തുക, മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും ഈ ഒരു രീതി. അപ്പോൾ അതാണ് എൻ്റെ ബേസിക്, അതായത് SMPSൻ്റെ ബേസിക് വർക്കിംഗ് കോൺസെപ്റ്റ്. ഓക്കെ, അതിലെഴുതിയിരിക്കുന്നതാണ് ഇഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് ഹയർ ദാൻ റിക്വയർഡ് ദ സീരീസ് സ്വിച്ചിങ് എലമെൻറ്റ് ഈസ് ടേൺഡ് ഓഫ്. ഇഫ് ഔട്ട്പുട്ട് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ഈസ് ലോവർ ദാൻ റിക്വയർഡ് ദ സീരീസ് സ്വിച്ച് എലമെൻറ്റ് ഈസ് ടേൺഡ് ഓൺ. ഇൻ ദിസ് വേ ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ഈസ് മെയിൻറ്റെയിൻഡ് അറ്റ് ദ റിക്വയർഡ് ലെവൽ. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് SMPS നോക്കാം. SMPS ഈസ് വർക്കിംഗ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സ്വിച്ചിങ് റെഗുലേഷൻ. നമ്മളിപ്പോൾ ഈ ഇതിൽ കാര്യമായിട്ട് പറഞ്ഞ വേർഡാണിത്, സ്വിച്ചിങ് റെഗുലേഷൻ അല്ലേ. അതാണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, സ്വിച്ചിങ് റെഗുലേഷൻ. ഇറ്റ് യൂസസ് സീരീസ് സ്വിച്ചിങ് എലമെൻറ്റ് ഹൂസ് ഓൺ ആൻഡ് ഓഫ് ഈസ് കൺട്രോൾഡ് ഓൺ ദ ബേസിസ് ഓഫ് ലെവൽ ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ സ്വിച്ചിങ് ഓണും ഓഫ് ആയിക്കൊണ്ടിരിക്കും. സീരീസ് സ്വിച്ചിങ് എലമെൻറ്റ് അതിൻ്റെ ഓൺ ഓഫ് കൺട്രോൾ ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ലെവൽ. ഔട്ട്പുട്ട് വോൾട്ടേജ് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്? ഓൺ ഓഫ് ആവുന്നത്. ഈ സീരീസ് സ്വിച്ചിങ് എലമെൻറ്റ് വുഡ് ബി ആബിൾ ടു ബെറ്റർ ഹാൻഡിൽ ദ ഹയർ കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ലെവൽസ് ആസ് വെൽ ആസ് ദ റിസൾട്ടൻറ്റ് പവർ ഡിസിപ്പേഷൻ. സീരീസ് സ്വിച്ചിങ് എലമെൻറ്റിന് എന്ത് കഴിയും? ഹയർ വോൾട്ടേജോ കറൻറ്റോ ഒക്കെ ആണെങ്കിൽ അതിനെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ പവർ ഡിസിപ്പേഷനും കുറയും. സ്വിച്ചിങ് റെഗുലേറ്റർ, നമ്മൾ ഉപയോഗിക്കുന്ന സ്വിച്ചിങ് റെഗുലേറ്റർ സാധാരണ ഒരു പവർ ട്രാൻസിസ്റ്റർ, മോസ്ഫെറ്റോ അല്ലെങ്കിൽ IGBT പോലെയുള്ള ഒരു പവർ ട്രാൻസിസ്റ്റർ ആയിരിക്കാം. അത് എന്ത് ചെയ്യും? ട്രാൻസിസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. അത് ഇത് സ്വിച്ചസ് ബിറ്റ്വീൻ ഫുള്ളി ഓൺ ആൻഡ് ഫുള്ളി ഓഫ് സ്റ്റേറ്റ് അറ്റ് എ വെരി ഹൈ ഫ്രീക്വൻസി. ആ ട്രാൻസിസ്റ്റർ, പവർ ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റോ അല്ലെങ്കിൽ IGBT ആണെങ്കിൽ തന്നെ അത് രണ്ടും എന്ത് ചെയ്യും? ഫുള്ളി ഓൺ കണ്ടീഷൻ, അതായത് സാച്ചുറേഷൻ, ഫുള്ളി ഓഫ് കണ്ടീഷൻ, കട്ട് ഓഫ്, അതിനിടയിൽ അത് സ്വിച്ചസ് ചെയ്തിരിക്കും. അറ്റ് വെരി ഹൈ ഫ്രീക്വൻസി, അതാണ് ഇമ്പോർട്ടൻറ്റ്. വെരി ഹൈ ഫ്രീക്വൻസി 15 kHz to 1 MHz ഇടയിലായിക്കൊണ്ട് അതെന്ത് ചെയ്യും? സ്വിച്ചിങ് ചെയ്യും. നമ്മുടെ ഓഡിയബിൾ ഫ്രീക്വൻസിനേക്കാൾ കൂടുതലാണ് 15 kHz അല്ലേ. നമുക്ക് 20 kHz ആണ് നമ്മുടെ ഓഡിയബിൾ ഫ്രീക്വൻസി. അതിനേക്കാൾ കൂടിയ ഫ്രീക്വൻസി റേഞ്ചിലാണിത്, ഹൈ ഫ്രീക്വൻസിയിലാണ് എന്ത് ചെയ്യുന്നത്? സ്വിച്ചിങ് ചെയ്യുക. ഈ മോസ്ഫെറ്റ് അല്ലെങ്കിൽ IGBT പോലെയുള്ള പവർ ട്രാൻസിസ്റ്റർ. അപ്പോൾ സ്വിച്ചിങ് റെഗുലേഷനാണ് SMPSൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ.
Okay, the switching action of the transistor is controlled using a technique called pulse width modulation. ഈ ട്രാൻസിസ്റ്ററിൻ്റെ നമ്മൾ പറഞ്ഞ പവർ ട്രാൻസിസ്റ്ററിൻ്റെ അത് സ്വിച്ചിങ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓണോ ഓഫിൻ്റെയും ഫുള്ളി ഓണിൻ്റെയും ഫുള്ളി ഓഫ് അല്ലെങ്കിൽ സാച്ചുറേഷൻ കട്ട് ഓഫിൻ്റെ ഇടയിൽ അത് എന്തെങ്കിലും സ്വിച്ചസ് ചെയ്യും ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു. ആ സ്വിച്ചിങ് ആക്ഷന് നമുക്ക് കൺട്രോൾ ചെയ്യുന്നത് ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്, പൾസ് വിഡ്ത്ത് മോഡുലേഷൻ അഥവാ PWM എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ട്, മോഡുലേഷൻ്റെ ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ. ആൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി റെഗുലേറ്റഡ് ബൈ ദ ഡ്യൂട്ടി സൈക്കിൾ ഓഫ് PWM. അപ്പോൾ ഈ PWMൻ്റെ ഡ്യൂട്ടി സൈക്കിൾ വെച്ച് നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പൾസ് വിഡ്ത്ത് മോഡുലേഷനാണ് ട്രാൻസിസ്റ്ററിൻ്റെ ആക്ഷൻ, സ്വിച്ചിങ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. അതാണ് ആ പൾസ് വിഡ്ത്ത് മോഡുലേഷനിൽ, അതായത് ഡ്യൂട്ടി സൈക്കിളിൽ ചേഞ്ച് വരുത്തുന്നതനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജിനെ റെഗുലേറ്റ്. ഒരു ബേസിക് സ്ട്രക്ചർ, SMPSൻ്റെ ഒരു ബേസിക് സ്ട്രക്ചറാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഒരു SMPSൽ നമുക്കറിയാം പ്രൈമറി ഇൻപുട്ട് സെക്ഷനുണ്ട്, സെക്കൻഡറി ഔട്ട്പുട്ട് സെക്ഷനുണ്ട്, ഒരു ഫീഡ്ബാക്ക് സെക്ഷൻ അല്ലേ. ഈ 3 സെക്ഷൻസാണ് മെയിനായിട്ട്. അപ്പോൾ ഈ പ്രൈമറി ഇൻപുട്ട് സെക്ഷനിൽ നമുക്ക് റെക്ടിഫയർ സെക്ഷൻ ഉണ്ടാകും, ഒരു ഫിൽട്ടർ സെക്ഷൻ ഉണ്ടാകും, ഒരു സ്വിച്ചിങ് സെക്ഷനുണ്ട്. സെക്കൻഡറി സെക്ഷനിൽ ഔട്ട്പുട്ട് സെക്കൻഡറി സെക്ഷനിൽ റെഗുലേറ്റഡ് സെക്ഷൻ ഉണ്ടാകും, ഒരു ഫിൽട്ടർ സെക്ഷനും ഉണ്ടാകും അല്ലേ, റെക്ടിഫയർ ഫിൽട്ടർ സെക്ഷനും ഉണ്ടാകും. ഇതിനിടയിലൊരു ഫീഡ്ബാക്ക്, ഔട്ട്പുട്ടിൽ നിന്ന് എപ്പോഴും ഒരു ഫീഡ്ബാക്ക് ഉണ്ടാകും, എന്നാലാണ് ഔട്ട്പുട്ട് കറക്റ്റാണോ അല്ലയോ എന്ന് അറിഞ്ഞതനുസരിച്ചിട്ടാണ് അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ലെവലിൽ തന്നെ നമുക്ക് നിർത്തണമെങ്കിൽ ഔട്ട്പുട്ട് ആ ലെവലാണോ എന്ന് ചെക്ക് ചെയ്യണമല്ലോ, അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയാണ് ഒരു ബേസിക് ആയിട്ടൊരു SMPSൻ്റെ യൂണിറ്റ് ഉണ്ടാവുക. ഒരു ബേസിക് സ്ട്രക്ചർ ഓഫ് ആൻ SMPS യൂണിറ്റാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ബ്ലോക്ക് ഡയഗ്രാംസ് നമുക്ക് പഠിക്കാനുണ്ട്, ബ്ലോക്ക് ഡയഗ്രാമിൻ്റെ വർക്കിംഗ് ഒക്കെ പഠിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ അടുത്ത ലെസൺ നമുക്ക് ഹൗ ആൻ SMPS വർക്ക്സ് എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് SMPSൻ്റെ വർക്കിംഗ്, അതുപോലെ LPS നേരത്തെ പറഞ്ഞ ലീനിയർ പവർ സപ്ലൈയിൽ ആ ലീനിയർ പവർ സപ്ലൈയുടെയും SMPSും തമ്മിലുള്ള കമ്പാരിസൺസ്, ഇതൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ലെസണിൽ SMPSൻ്റെ വർക്കിംഗ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ SMPS എന്താണ് നീഡ്, അതിൻ്റെ വാട്ട് ഈസ് സ്വിച്ചിങ് മോഡ് പവർ സപ്ലൈ, ബേസിക് വർക്കിംഗ് കോൺസെപ്റ്റ്, ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ SMPS ആണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ലെസണിൽ SMPSൻ്റെ ഡീറ്റെയിൽ വർക്കിംഗ്. ഓക്കെ, താങ്ക് യു.